Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon all. Prayer ആരാണ്? പ്രയർ ഞാനാ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ റോഷ്ന. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മാം. താങ്ക് യു. കോഴ്സ് ഞാനാണ് മോസിന. മോസിയ പറഞ്ഞോടാ. If you fail, never give up because fail means first attempt in learning. APJ Abdul Kalam. Okay. Signing. സൈനിൽ ഞാനാണ് മാം. സബീന ആണ്. ഒരു ഇംഗ്ലീഷ് സോങ് ആണ്. Pretty little baby, you said that maybe you will thinking of me and try to love me. Pretty little baby, I'm so happy that you can ask the flowers. I sit for hours, tell until the birds, the melancholy birds. Pretty little baby, I'm so in love with you. Thank you. Mute ആണ് നമ്മൾ. Okay. Last classൽ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്? പുതിയ ചാപ്റ്റർ നീഡ്. ഈ ചാപ്റ്റർ നീഡ് ആയിരുന്നു. അതെ. ഓക്കെ. നീഡില് ആർക്കെങ്കിലും ഞാൻ പോർഷനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? പ്രിപ്പയർ ചെയ്ത് വരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. നീഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് വരുന്നത്. യൂണിറ്റ് 8 നീഡാണ്. എന്താണ് നീഡ്? അതില് സൈക്കോളജിക്കൽ കേസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞു. മാം ഒരു ആക്ടിവിറ്റി അല്ല, ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് കുറച്ച് പേരുടെ അടുത്ത് ഇങ്ങനെ ഓരോ പോയിന്റ്സ് എഴുതിക്കൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു. അത്രയും മാത്രമേ പറഞ്ഞോളൂ. സോ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. നമ്മൾ ഫസ്റ്റ് കാണുന്നത് എന്താണ്? നീഡ്സിനെ കുറിച്ചിട്ടാണ്. നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും നീഡ്സ്, ആവശ്യങ്ങളാണ്. കുട്ടികൾക്കുണ്ട്. നോർമലി നമ്മുടെ കുട്ടികൾക്കും എന്തൊക്കെ നീഡ്സുകളുണ്ട്. അപ്പൊ എന്തൊക്കെ നീഡ്സ് ആണ് അവർക്ക് നോർമലി ഉള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ് സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനും വെൽബീയിങ്ങിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സൈക്കോളജിക്കൽ നീഡ്സ്. നമ്മൾ പറയുമ്പോൾ സൈക്കോളജിക്കൽ നീഡ്സ് മീൻസ് ഹങ്കർ, തേഴ്സ്റ്റ്, ഷെൽട്ടർ. നമുക്ക് വിശപ്പുണ്ടാകും, അതേപോലെ തന്നെ നമുക്ക് സുരക്ഷിതമായ ഒരു പാർപ്പിടമൊക്കെ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നതാണ്. അതൊരു സൈക്കോളജിക്കലി അവർക്ക് നീഡാണത്. ഓക്കെ, ഇതെല്ലാം ഒരു കുട്ടിയുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയുടെ വളർച്ചയെയും ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെയും അതിന്റെ സർവൈവലിനെയും ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇത് നീഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സ്. അവർക്ക് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ടത്? നല്ല ശുദ്ധമായ വായു,
നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ഡ്രിങ്കിങ് വാട്ടർ, പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ, ഷെൽട്ടർ, അത് സേഫ് ആണ്. നമുക്കറിയാം പുറത്ത് കുട്ടികളെല്ലാവരും ഹാർംഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫോഴ്സുകൾ ഉണ്ട്. അതിൽ നിന്നൊക്കെ അവർക്ക് സേഫ് ആവാൻ വേണ്ടി അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഷെൽട്ടർ വേണം, ക്ലോത്ത് വേണം, പിന്നെ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, അവർക്ക് നല്ല സ്ലീപ്പും റെസ്റ്റൊക്കെ ആവശ്യമാണ്. പിന്നെ കുട്ടികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീഡ് ഞാൻ പറയുകയാണെങ്കിൽ അഫെക്ഷൻ ആണ്. ഏതാണ് കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് സൈക്കോളജിക്കലി എന്താ പറയുകയാണെങ്കിൽ ഒരു അഫെക്ഷൻ ആണ്. കുട്ടികള് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത് വാത്സല്യം എന്ന് പറയുന്നത്. ആർക്കാണ് അഫെക്ഷൻ കിട്ടിയത്? നെറ്റിക്കാണ് തോന്നുന്നുണ്ട് അല്ലെ? അതെ. ഓക്കെ, അപ്പൊ അഫെക്ഷൻ എന്ന് പറഞ്ഞാല് കുട്ടികളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത് അഫെക്ഷൻ. കുട്ടികൾ ആഗ്രഹിക്കുന്നതും അഫെക്ഷൻ തന്നെയാണ്. നമ്മൾ അവരോട് വാത്സല്യത്തോടെ സംസാരിക്കണം, നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഒരു 3 years ഒക്കെ ഉള്ള കുട്ടികളോട് നമ്മൾ മിലിറ്ററി റോളൊന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. അവരോട് നല്ല വാത്സല്യത്തോടെ നല്ല സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ കുട്ടികളുടെ നീഡ്സിലേക്ക് വരാണ്. സൈക്കോളജിക്കൽ നീഡ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ ഒരു 5 നീഡ്സ് ആണ് ആദ്യം പറയുന്നത്. 5 നീഡ്സിൽ ആദ്യം പറയുന്നത് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. ഫുഡും വാട്ടറും ശരിയല്ലേ? നമുക്ക് ഫുഡ് എന്തിനാണ്? നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് വേണ്ട എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് വേണം? ഫുഡ് വേണം. നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ട്, മറ്റു അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടാനും നമുക്ക് സഫീഷ്യന്റ് എമൗണ്ട് ഫുഡ് വേണം. അതേപോലെ വാട്ടർ നമ്മൾ കറക്റ്റ് നമ്മുടെ ബോഡി ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡൈജഷൻ പോലത്തെ ബോഡി ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് റെഗുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി കൺസ്യൂം ചെയ്യണം. എത്ര ഗ്ലാസ് ഓഫ് വാട്ടർ ആണ് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്നത്? 8 ഗ്ലാസ്. അങ്ങനെ പറയാറുണ്ട്. 8 ഗ്ലാസ് ഓഫ് വാട്ടർ ഓർ 2 liters ഓഫ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി കുടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് കുട്ടികൾക്ക് ഫുഡും വാട്ടറും കിട്ടണം. ഈ ഫുഡ് പ്രോപ്പർ ആയിട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ ഗവൺമെന്റ് കുറച്ചുകൂടി കോൺഷ്യസ് ആണ് അല്ലെ? കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഏകദേശം പോഷകാഹാരങ്ങൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 6 months മുതലുള്ള കുട്ടികളുടെ പോഷകാഹാരങ്ങൾ ഗവൺമെന്റിൽ നിന്നാണ് കിട്ടുന്നത്. നിങ്ങളുടെ അവിടേക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് നേഴ്സറി അംഗനവാടി വഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പോഷകാഹാര കിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലായിടത്തും ഉണ്ടല്ലോ അത്. അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ന്യൂട്രീഷ്യസ് നീഡ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് മാത്രമാണ് പോഷകാഹാരം എന്ന്. അങ്ങനെയല്ല. കുട്ടി ജനിക്കുന്നതിന് മുൻപേ മുതൽ ഗവൺമെന്റ് കുട്ടികളുടെ ഹെൽത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. കാരണം കുട്ടികളാണ്, നമുക്കറിയാം ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങൾ ആരാണ്? കുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികളുടെ ഹെൽത്ത് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളത് ആരുടെ എയിമാണ്? നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു മോട്ടീവാണ്. അതുകൊണ്ട് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് വേണ്ട പോഷകാഹാരങ്ങൾ ഗവൺമെന്റ് വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കുട്ടി ജനിച്ചതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? പോഷകാഹാരപ്പൊടി പാക്കറ്റുകൾ കൊടുക്കുന്നുണ്ട്. 6 മാസം മുതൽ 3 വയസ്സ് വരെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 വയസ്സ് മുതലേ നമ്മൾ അവർക്ക് ഉച്ചഭക്ഷണം മിഡ് ഡേ മീൽസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ പോഷകാഹാരത്തിന് വേണ്ടിയിട്ട് എഗ്ഗും അതേപോലെ മിൽക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി വൺസ് ആണെന്ന് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ അടുത്തുള്ള മിക്ക സ്കൂളുകളിലും. അതേപോലെ തന്നെ ഇപ്പൊ ടീച്ചറെ പരിഷ്കരിച്ച് പുതിയ ഓരോ ദിവസവും ന്യൂട്രി ലഡു, മുട്ട ബിരിയാണി ഒക്കെ പുതിയ പരിഷ്കരിച്ച്. ശരിയാണ്. കാരണം ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി ഞാൻ ന്യൂസിൽ റീഡ് ചെയ്തത്, നിങ്ങൾ ബിർയാണി വേണമെന്ന് പറഞ്ഞത് ഇപ്പൊ പരിഷ്കരിച്ചിട്ടുണ്ട്, മുട്ട ബിരിയാണി ആക്കി. ഓക്കെ, പരിഷ്കരിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഫുഡ് അത്യാവശ്യം പോഷകാഹാരത്തിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് മീൽസ് ഇന്ന കുട്ടിക്ക് ഇത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മീൽസുകൾ കൊടുക്കുന്നുണ്ട്, ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഒരു കുട്ടിയുടെ പ്രോപ്പർ ആയിട്ടുള്ള വളർച്ചയ്ക്കും ഗ്രോത്തിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്? പ്രോട്ടീൻ അല്ലെങ്കിൽ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് എന്താ? വാട്ടർ. നമുക്കറിയാം ഒരുപാട് അസുഖങ്ങൾ വാട്ടർ നമ്മൾ കറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്തില്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരാം. നിങ്ങൾക്കും വരാം കേട്ടോ. കാരണം ഇനി നിങ്ങൾ ഈ ജോബ് ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ടീച്ചറായിട്ടായിരിക്കും പോകുന്നത്. നമ്മൾ ടീച്ചറായി കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും ടീച്ചേഴ്സിന്. നമ്മൾ കൊണ്ടുപോകും, കുപ്പിയിൽ വെള്ളമൊക്കെ കൊണ്ടുപോകും, പക്ഷെ എന്തെങ്കിലും കുടിക്കില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മടി കാണിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അല്ലെങ്കിൽ നമുക്ക്
അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു അസുഖങ്ങളായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, വാട്ടർ കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രമിക്കണം. പ്രോപ്പർ ആയിട്ട് 8 ഗ്ലാസ്സെങ്കിലും വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്റെ കാര്യത്തിൽ ഞാൻ കൂടുതലായിട്ട് വെള്ളം കുടിക്കും. നിങ്ങൾ വിചാരിക്കും സാധാരണ 1 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളം, അങ്ങനെയൊന്നല്ല. 3-4 ലിറ്റർ ഒക്കെ വെള്ളം കുടിക്കുമായിരുന്നു മുമ്പെട്ട. ഒത്തിരി വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു, ഇയാൾ ആദ്യം കുറച്ച് ദിവസത്തിൽ വെള്ളം കുടിക്കാറില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ആളാണ്, പക്ഷെ എനിക്ക് എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിക്കുന്ന രീതിയുണ്ട്. എങ്ങനെയാ, ദാഹം വരുമ്പോ പെട്ടെന്ന് വന്നൊരു പാത്രം നിറച്ച് വെള്ളം അങ്ങോട്ട് എടുത്ത് കുടിക്കും. അല്ലെങ്കിൽ ഒരു കുപ്പിയാണെങ്കിൽ ആ ഒരു കുപ്പി മൊത്തം വെള്ളം കുടിക്കും. അങ്ങനെയല്ല സാധാരണ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഇല്ലാത്ത നമ്മുടെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒത്തിരി വെള്ളം കുടിക്കുക, അത് മാറ്റി വെക്കുക, വീണ്ടും ഒരു സിപ്പ് അടിക്കുക. അങ്ങനെ നമ്മൾ വെള്ളം എന്ത് ചെയ്യുക, കുടിക്കുക. അപ്പൊ വെള്ളം കുടിക്കുന്നതും ഒരു അഡിക്ഷൻ ആണ്. അപ്പൊ അതും കുറച്ചുകൊണ്ട് വരണം. പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡി റെഗുലേറ്റ് ചെയ്യാൻ, ബോഡി ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളായാലും മുതിർന്നവരായാലും കുടിക്കണം. ഓക്കെ, എന്താണ് ഫുഡ് ആൻഡ് വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് കുട്ടികളുടെ ലൈഫിൽ നോക്കാം. സൈക്കോളജിക്കൽ നീഡ്സിൽ ആദ്യം വരുന്നത് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. ഫുഡ് പ്രൊവൈഡ് എനർജി ടു ഡു വർക്ക്സ്. നമ്മൾ ഫുഡാണ് നമ്മുടെ എനർജി തരുന്നത്. നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള എനർജി നമുക്ക് എങ്ങനെ കിട്ടണം, പ്രോപ്പർ ആയിട്ട് ഫുഡ് കഴിച്ചാലേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുട്ടികളോട് എന്ത് മിസ്സാക്കരുതെന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും മിസ്സാക്കരുതെന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ രാത്രി മുഴുവനും ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഫാസ്റ്റ് എടുത്തിരിക്കുക. പിന്നെ അത് ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മൾ മോർണിംഗ് ആണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഇത് വന്നത് തന്നെ ആ ഫാസ്റ്റ് എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യാന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ഒടിഞ്ഞു കുത്തി ഉറക്കം തൂങ്ങി ഇരിക്കണേന്ന് ചോദിച്ചാൽ മതി, മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ഞാൻ പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ്. അപ്പോ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇതേപോലെ ഞങ്ങളൊരു എന്താ പറയാ മാത്സോ സോഷ്യലിന്റെ സാറാന്ന് തോന്നുന്നുണ്ട്. സാറ് ഒരു കുട്ടി ഭയങ്കര ഒടിച്ചു കുട്ടിയിൽ ഇരിക്കുകയാണ്. ഫസ്റ്റ് പേരാണ്. സാറ് എന്തോ അബദ്ധവശാൽ കയറിയതാണ്. പക്ഷെ സാറ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കണ കണ്ടപ്പോ ഡെസ്കിൽ കിടക്കാണ്. അപ്പൊ ക്ഷീണിച്ചിരിക്കണ കണ്ടപ്പോ സാറ് വന്ന് ചോദിച്ചു, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേന്ന് ചോദിച്ചു. രാവിലെ ഒന്നും കഴിച്ചില്ലേടാന്ന് ചോദിച്ചു. അപ്പൊ അവന് ഭയങ്കര വിഷമമായി. കാരണം പറഞ്ഞു കഴിച്ചില്ല. കാരണം അവന്റെ അമ്മയും അച്ഛനും ഇല്ല. അച്ഛൻ ജോലിക്ക് പുറത്ത് എവിടെയാണ് നിന്ന് എന്തോ മലപ്പുറത്ത് എന്തോ ജോലി അവിടെ നിന്ന് ചെയ്യാണ്. അമ്മ മരിച്ചു പോയതാണ്. അമ്മാമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു അമ്മാമ്മ വയ്യായിരുന്നു, അതുകൊണ്ട് ഫുഡൊന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാർ എന്താ ചെയ്തെന്ന് വെച്ചാൽ സാർ അവനെയും കൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഒരു നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയുന്ന കഞ്ഞിപ്പുര എന്ന് പറയും. അപ്പൊ അവിടെ കൊണ്ടുപോയി. അപ്പൊ കഞ്ഞി തിളയ്ക്കുന്നുള്ളൂ, ചോറ് ആകുന്നുള്ളൂ. ഒരു 11 o'clock ഒക്കെ ആയിട്ടുള്ളൂ. ചോറ് വെന്തിട്ടുള്ളൂ. അപ്പൊ കഞ്ഞിയായിട്ട് വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോ സാറ് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരരുത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാല് ഫുഡ് അവർ തരും എന്ന് പറഞ്ഞു. അപ്പോ പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ കണ്ടത് അവന് സ്ഥിരമായിട്ട് രാവിലെ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഈ സാഹചര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താ, അവിടുത്തെ സ്ഥിരമായിട്ട് അവന് രാവിലെ വരുമ്പോ തന്നെ അവരെന്ത് ചെയ്യും, ചോറും ഭക്ഷണവും, ചോറ് നല്ല കഞ്ഞി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അത് നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്കത് തോന്നി. കാരണം കുട്ടികള് എന്താണ്, അവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഫുഡ് കഴിച്ചിരിക്കണം. അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവർക്ക് എന്ത് വേണം, എനർജി വേണം. എനർജി നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നത്, ഫുഡിൽ നിന്നാണ്. ഫുഡ് പ്രൊവൈഡ് എനർജി ടു വർക്ക്, ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിലും മെയിൻ്റെനൻസിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഇത് ഫുഡ് എന്ന് പറയുന്നത്. പ്രൊട്ടക്ട് ഫ്രം ഡിസീസ് ആൻഡ് പെർഫോം എ സൈക്കോ സോഷ്യൽ ഫങ്ഷൻ ടു. എന്താണ് സൈക്കോ സോഷ്യൽ, നമ്മുടെ ഫങ്ഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് കൺസ്യൂം ചെയ്യണം, ഫുഡ് കൺസ്യൂം ചെയ്യണം. വാട്ടർ ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് മെനി ബോഡി ഫങ്ഷൻസ്. നമ്മുടെ ബോഡി ബ്ലഡ് സർക്കുലേഷൻ ആവട്ടെ, അതേപോലെ തന്നെ ഡൈജഷൻ ആവട്ടെ, എന്തൊരു ഫങ്ഷനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ് എന്ത്, വാട്ടർ. ഈ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ അറ്റ് ദ റൈറ്റ് ടൈം ഹെൽപ്പ് ദ ചൈൽഡ് ടു സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. അപ്പൊ അവർ ഹാപ്പിയും ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ സഫിഷ്യന്റ് എമൗണ്ട് ഫുഡും വാട്ടറും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ടൈമിൽ അവർക്ക് കൊടുക്കണം. നമ്മൾ പറയാറില്ലേ, വിശന്ന നിങ്ങളല്ലാതെ കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കാണാറില്ലേ? സത്യാന്താ ഭയങ്കരമായിട്ട് ചെറിയ കുട്ടികൾ
വയലന്റ് ആവുന്ന എപ്പോഴാന്ന് അറിയാമോ? വിശന്ന് കഴിഞ്ഞാലാണ്. അവർക്ക് വിശന്ന ചിലപ്പോ അവരെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കാം. ഇപ്പൊ നിങ്ങൾ 12:30 കയറിക്കുക, ആരും ലഞ്ച് ഒന്നും കഴിച്ചിട്ടില്ല. ഒരു 1:30 വരെയൊക്കെ നിങ്ങൾ എങ്ങനെ ക്യൂ പിടിച്ചിരിക്കുകയാണ്. വിശക്കുന്നുണ്ട്, പക്ഷെ കഴിക്കാനും പറ്റുന്നില്ല. ക്ലാസ്സിൽ നോട്ട്സ് ഒക്കെ എഴുതിയും എടുക്കണം. അങ്ങനെ കൺട്രോൾ ചെയ്ത് എന്തോരം പേരോടിരിക്കുന്നുണ്ടാവും ഇല്ലേ? ഞങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ആയിരിക്കും. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം, പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിക്കും. നമുക്ക് വിശന്നാൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും കുട്ടികളോട്. അപ്പൊ കുട്ടികൾക്കും അതൊരു ഭയങ്കര പ്രശ്നമല്ല. നമ്മൾ അവർ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ, റൈറ്റ് ടൈമിൽ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടി, ഞാൻ പറഞ്ഞില്ലേ, ചൊടിയില്ലാതെ രാവിലെ തന്നെ വന്ന് ഉറക്കം തൂങ്ങിയിരിക്കുകയാണെങ്കിൽ അവരോടൊന്ന് ചുമ്മാ ചോദിച്ചു നോക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? അപ്പൊ കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് സ്റ്റെപ്പ്? ചിലപ്പോൾ നമ്മുടെ ലഞ്ച് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റും, ഓർ എന്താ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ചിന്തിച്ചിട്ട് നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ചെയ്യാനായിട്ട് നോക്കാം. നെക്സ്റ്റ് സൈക്കോളജിക്കൽ നീഡാണ് ക്ലോത്തിങ്. എന്താണ് ക്ലോത്ത്? നമ്മള് ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്ലൈമറ്റിനനുസരിച്ചുള്ള ക്ലോത്ത് ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്, അല്ലെ? ക്ലൈമറ്റിനനുസരിച്ചുള്ള ക്ലോത്ത് സെലക്ട് ചെയ്യണം. കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആണ്. ഇന്നത്തെ അമ്മമാർ ഇതിന്റെ അത്യാവശ്യം നല്ല കോൺഷ്യസ് ആണ് ക്ലോത്തിന്റെ കാര്യത്തിൽ. എന്ന് വെച്ചാൽ നമ്മൾ സമ്മർ സീസൺ ആണെങ്കിൽ ഏത് ക്ലോത്ത് ആയിരിക്കും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്? കോട്ടൺ. എല്ലാവർക്കും അറിയാം കോട്ടൺ ക്ലോത്ത് ആണ്. ദെൻ വിന്ററിലാണെങ്കിൽ അത്യാവശ്യം ചൂട് നിൽക്കുന്ന വുളൻ, അല്ലെ, ചൂട് നിൽക്കുന്ന ടൈപ്പുള്ള ക്ലോത്ത് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ സമ്മർ സീസൺ ആണ്, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഏത് ടൈപ്പ് ക്ലോത്ത് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്? സോറി, സമ്മർ അല്ലല്ലോ, റെയിനി സീസൺ ആണ്. ഈ ടൈമിൽ ഏത് ക്ലോത്ത് ആയിരിക്കും? അങ്ങനെയൊന്നുമില്ല. നൈലോണിന്റെ ക്ലോത്തുകൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പ് ക്ലോത്ത് ആയിരിക്കും ഈ ഒരു ടൈമിൽ കുട്ടിക്ക് കുറച്ചുകൂടി പ്രിഫറബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കുട്ടി 3 to 6 ഇയേഴ്സ് ആണ്, യൂണിഫോം ഒന്നും പ്രിഫർ ചെയ്യുന്നില്ല, കളർ ഡ്രസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ടൈപ്പ് പാറ്റേണിൽ ക്ലോത്തുകൾ നിങ്ങൾ അമ്മമാരാണെങ്കിൽ അതൊന്ന് പ്രിഫർ ചെയ്യാൻ നോക്കാം, അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ ക്ലോത്തും ക്ലൈമറ്റും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ക്ലോത്ത് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ക്ലൈമറ്റും കൂടി കൺസിഡർ ചെയ്യണം. എന്ന് വെച്ചാൽ ഭയങ്കര ചൂടുള്ള സമ്മർ സീസണിൽ പോയിട്ട് ഭയങ്കര സ്വെറ്റർ പോലത്തെ ടൈപ്പ് ക്ലോത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. Proper selection of the cloth keep the child safe from the climatic change. ഈ ക്ലൈമറ്റിക് ചേഞ്ചിൽ നിന്ന് കുട്ടികളെ സേഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ക്ലോത്ത് സെലക്ട് ചെയ്യണം. ക്ലോത്ത്സ് ഹാവ് ടു ബി കംഫർട്ടബിൾ നോട്ട് ഓൺലി ടു ഡെലിക്കേറ്റ് യുവർ സ്കിൻ. സ്കിന്നനുസരിച്ച് മാത്രമല്ല നമ്മൾ ക്ലോത്ത് സെലക്ട് ചെയ്യുന്നത്. ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അവർക്ക് ഫ്രീ ആയിട്ട് മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കൈ കലക്കെടുത്ത് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം കേട്ടോ. Comfortable not only to delicate skin of the child but should also let free movements of limbs. അവർക്ക് ലിംസിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ആണോ എന്നുള്ളതും കൂടി അവരെന്ത് ചെയ്യണം? അത് നോക്കണം. Children feel very pleasant when their garments have attractive design and colors. നമുക്കറിയാലോ, പെൺകുട്ടികളുള്ള അമ്മമാരൊക്കെയുണ്ട്, അവർക്കറിയാൻ പറ്റും പെൺകുട്ടികളുടെ ക്ലോത്ത് സെലക്ഷൻ ഇത്തിരി പാടുള്ള ടാസ്ക് ആണ്, അല്ലെ? ഭയങ്കര അട്രാക്റ്റീവും ഡിസൈനും കളറും നോക്കിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്. എന്റെ മൂത്തത് പെൺകുട്ടിയാണേ, അവൾക്ക് വെച്ചാല് പിങ്ക് കളർ. പിങ്ക് എന്ന് വെച്ചാൽ നമ്മളൊക്കെ കണ്ടുള്ള പിങ്ക്, ഈ ലവ് ചിഹ്നത്തിന്റെ പിങ്ക് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? ഇങ്ങനത്തെ മാത്രമല്ല പിങ്ക് പല ഷെയ്ഡിലുണ്ടെന്ന് അവള് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്. ലൈറ്റ് പിങ്ക്, വീണ്ടും ഡാർക്ക് പിങ്ക്, ഇഷ്ടംപോലെ പിങ്ക് കളറുള്ള ഡ്രസ്സുകളാണ്. അപ്പൊ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ കളറിനനുസരിച്ചിട്ടുള്ള ഡ്രസ് ആയിരിക്കും ചിലപ്പോൾ അവർ എന്ത് ചെയ്യുന്നത് കുറച്ചും കൂടി കുട്ടികളെ സന്തോഷിപ്പിക്കുന്നത്. ജസ്റ്റ് അവർ പോയിന്റ് ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ. ക്ലോത്ത് പക്ഷെ നമ്മളിവിടെ എന്റെ മോൾക്കും അതെ മാം, പിങ്ക് കളറാ ഭയങ്കര ഇഷ്ടം. ഒരു ബോക്സ് എടുക്കാൻ പെൻസിൽ എന്ത് വേണമെങ്കിലും പിങ്ക് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. ഓക്കേടാ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണോട്ടാ, കുട്ടികൾക്ക് ക്ലോത്ത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഡെയിലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ ഈ ക്ലോത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. കാരണം നമ്മളുടെ ഒക്കെ ചെറുപ്പത്തിൽ ചിലപ്പോൾ നമുക്കൊരു എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ ചിലപ്പോൾ ഒരു ഡ്രസ് ഉള്ള ആൾക്കാരുണ്ടാവും. ഞാനൊക്കെ അതേ ഒരു
ടൈമിൽ ജനിച്ചുകൊണ്ടാണ് തോന്നുന്നത്. എന്റെ വീട്ടില് ഏതൊരു ഫംഗ്ഷന് പോയാലും ചെറുപ്പത്തിലൊക്കെ ഒറ്റ ഡ്രസ്സാണ്, അത് അമ്മ എടുത്ത് സൂക്ഷിച്ച അലമാരിൽ വെച്ചിട്ടുണ്ടാവും. ബാക്കി നമ്മുടെ വീട്ടിലൊന്നും ഡ്രസ്സില്ല, ഒറ്റ ഡ്രസ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളൊക്കെ ആ ഒരു കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്നതുകൊണ്ട് കുട്ടികൾക്ക് ഒത്തിരി ഡ്രസ്സൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, പിന്നെ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇങ്ങനെ വരുമല്ലോ ബാക്കി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, അവർക്ക് പാകാവാത്ത ഡ്രസ്സ് മറ്റ് കുട്ടികൾക്ക് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ കസിൻസോ സിബ്ലിങ്സോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, അവർക്കത് ഇഷ്ടമായില്ല അല്ലെങ്കിൽ അവർക്കത് കംഫർട്ടബിൾ അല്ല അല്ലെങ്കിൽ ഫിറ്റ് ആകുന്നില്ല, നമ്മൾ പറഞ്ഞു കറക്റ്റ് ആയിട്ട് മൂവ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അൺഫിറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അടുത്തുള്ള ആർക്കെങ്കിലും അത് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് ഈ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്യുന്ന. അതേപോലെ എന്താ പറയാ പാരന്റ്സ് ഉപേക്ഷിച്ച് ഒരുപാട് കുഞ്ഞു മക്കള് അനാഥാലയങ്ങളിലൊക്കെ വളർന്നിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് കൊണ്ട് കൊടുക്കാം. അവർക്ക് അവരുടെ മനസ്സിലത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. കാരണം അവർക്ക് ആരും അത് വാങ്ങിച്ചു കൊടുക്കാം, പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. അവർക്ക് നമ്മളുടെ മക്കളുടെ യൂസ്ഡ് ആണെന്നുള്ള ഒരു ചിന്ത പോലും അവർക്ക് ഉണ്ടാവില്ല. ഭയങ്കര സന്തോഷത്തോടെ ആ ഡ്രസ്സൊക്കെ വാങ്ങിക്കും, കാരണം അവർക്ക് വേറെ ആരും ഇല്ല വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ക്ലോത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാം. നമ്മള് കുട്ടികൾക്ക് ക്ലോത്ത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇത് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മുടെ മക്കൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ഫിറ്റ് ആവാത്ത ഡ്രസ്സുകൾ നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഓക്കെ, ആദ്യം നിങ്ങൾ കസിൻസിനോ റിലേറ്റീവ്സിനോ കൊടുക്കാം. അവർക്കത് ചില ആൾക്കാർ വാങ്ങിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അനാഥാലയങ്ങളിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതെന്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നോക്കാം. ഞാൻ കൊടുക്കാറുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ ഡ്രസ്സ്. കാരണം മോൾക്ക് ഒത്തിരി ഡ്രസ്സ് ഉണ്ട്. മോള് പെൺകുട്ടിയായിരുന്നു, അപ്പൊ ഫസ്റ്റ് ബർത്ത്ഡേ കണ്ടക്ട് ചെയ്തപ്പോ തന്നെ ഒത്തിരി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ടും വീട്ടിലാകെ ഉള്ളൊരു പെൺകുട്ടി, അപ്പൊ നമുക്ക് എല്ലാവരും ചെല്ലുമ്പോഴും വരുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ട്, ചിലത് ഇട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, കൊണ്ടു കൊടുക്കും. ഞാനൊരു പ്രാവശ്യം കൊണ്ടു കൊടുത്തു. അങ്ങനെ അത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ദെൻ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. നമ്മുടെ കുട്ടികള് നല്ല രീതിയിൽ നല്ലൊരു ഉറക്കം കിട്ടി ഉണർന്നാൽ മാത്രമല്ലേ അവർ നല്ല ഹെൽത്തി ആയിട്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഉറക്കത്തിന്റെ പാതിയിൽ ഡിസ്റ്റർബ് ചെയ്ത ഇപ്പൊ എല്ലാ അമ്മമാരും അനുഭവിക്കുന്നത്. വെക്കേഷൻ ആയപ്പോ ഒരു സുഖമായിട്ട് കടന്നുറങ്ങായിരുന്നു, ടൈം ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് എന്താണ്, കറക്റ്റ് 9 o'clock ആകുമ്പോഴേക്കും അവരെ വിടണം. അപ്പൊ അവര് നേരത്തെ എഴുന്നേക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ്, അപ്പൊ അവർക്ക് എനഫ് സ്ലീപ്പ് കിട്ടുന്നില്ല. രാവിലെ നല്ല മഴയുമാണ്. അപ്പൊ അവർക്ക് എന്താ ടെൻഡൻസി ഉണ്ടാവുക, ചില കുട്ടികൾക്ക് ട്യൂഷന് പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അവർക്ക് എനഫ് സ്ലീപ്പ് കിട്ടണമെങ്കിൽ അവർക്ക് ദേഷ്യം വരും ഇല്ലേ? ചിലപ്പോ നമ്മൾ അനുഭവിക്കുന്നതന്നെ, എല്ലാ അമ്മമാരും മിക്കവാറും അനുഭവിക്കുന്നതായിരിക്കുള്ളൂ. രാവിലെ എന്തൊരു യുദ്ധം കഴിഞ്ഞ പോലെ ആയിരിക്കും കുട്ടികളെ സ്കൂളിലേക്ക് അങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴേക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ അവർ കറക്റ്റ് ആയിട്ട് ഉണരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പ്രോപ്പർ ആയിട്ട് രാത്രി സ്ലീപ്പ് കിട്ടണം, നേരത്തെ ഉറങ്ങാനായിട്ട് അനുവദിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേരത്തെ എഴുന്നേൽക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാലേ അവരുടെ എല്ലാ ടാസ്കുകളും കറക്റ്റ് ആയിട്ട് ചെയ്ത് അവർക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, the child must be allowed to get enough sleep and rest. ഒരു കുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സ്ലീപ്പ് റെസ്റ്റ്. This gives the rest to the body organs and the child feels fresh when waking up. ഇത് നമുക്ക് പ്രോപ്പർ ആയിട്ട് റെസ്റ്റും സ്ലീപ്പും കിട്ടിയാൽ മാത്രമാണ് ഓക്കെ. ഇത് വോക്കിംഗ് എന്നാണ്, വേക്കിംഗ് ആക്കാൻ പറ്റുമോ? അത് വേക്കിംഗ് ആണ് കേട്ടോ. എഴുന്നേക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടോ മിസ്റ്റേക്ക് ടെസ്റ്റില്? ഉണരുക എന്നുള്ള മീനിങ് ആണ് വോക്കിംഗ്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഓർഗൻസിനൊക്കെ പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ കുട്ടിക്ക് രാത്രി അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ ഒരു ഫ്രഷ് ഫീലിങ്ങോട് കൂടി എഴുന്നേൽക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മള് പറയില്ലേ, കുട്ടീനെ ഉറക്കത്തിന് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറുമ്പായിരിക്കും ചില കുട്ടികൾക്ക്. അതെന്താണ്, അവർക്ക് ആ ഫീൽ ഓഫ് ഫ്രഷ്നെസ് കിട്ടിയിട്ടില്ല, അതിന്റെ പ്രശ്നമാണ്. ദെൻ ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ്. നല്ല രീതിയിൽ ആക്ടിവിറ്റീസും എക്സസൈസും ഒക്കെ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അവന് ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആയിരിക്കും. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഒക്കെ പഠിച്ചല്ലേ? നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും അല്ലേ? ഫിസിക്കൽ ഡെവലപ്മെന്റ്. അതെ, അല്ല ഒരു കുട്ടി ഒന്നും ചെയ്യുന്നില്ല, ഒരു ആക്ടിവിറ്റീസും ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുക, ഫുൾ ടൈം ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ
ആ കുട്ടിക്ക് അത്രയും ഡെവലപ്മെന്റ് മസിൽസ് ഡെവലപ്മെന്റ് വരണമെന്നില്ല. അപ്പൊ നമുക്കറിയാം കുട്ടികൾക്ക് ഒത്തിരി നമ്മുടെ കുട്ടികളെ മിക്ക കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു 3 to 6 ഇയേഴ്സിലെ കുട്ടികളൊക്കെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് നല്ല എനർജിയാണ്. അപ്പൊ ആ എനർജി നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് തിരിച്ചു വിടണം. ചില അവരുടെ ആ ഉള്ള ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു എനർജി നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യണം, ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ടിവിറ്റീസും എക്സസൈസും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കുട്ടികളുടെ മസിൽ ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. Being at a growth age, the preschool child is very active. നമുക്കറിയാം preschool child ഭയങ്കര ആക്റ്റീവ് ആണ്. A good amount of physical activity and free play, of course, under this adult supervision, it is essential for sufficient muscle development. നമുക്കറിയാം preschool കുട്ടികൾ എങ്ങനെയാണ്, ഭയങ്കര ആക്റ്റീവ് ആണ്. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ എന്താ പറയാ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവണം. സഫീഷ്യന്റ് മസിൽ ഡെവലപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അവരെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യിപ്പിക്കണം. പുറത്ത് കളിക്കാനൊക്കെ വിടണം. അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് അഡൽട്ട്, മുതിർന്ന ഒരാളുടെ സൂപ്പർവിഷനിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം, ഓരോ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം, ചെയ്യിക്കണം. ഓക്കെ, അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് അഡൽട്ട് എന്ന് പറയാൻ കാരണം നമുക്കറിയാലോ കുഞ്ഞി കുട്ടികള് എപ്പോഴാണ് ആക്സിഡന്റ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റൂല. സോ ഒരു മുതിർന്ന ഒരു വ്യക്തിയുടെ സൂപ്പർവിഷനിലായിരിക്കും നമ്മൾ കുട്ടികളെ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട് കളിക്കാനൊക്കെ വിടാനായിട്ട്. ഓക്കെ, ഇനി അങ്ങനെ കിട്ടുന്നില്ല, പ്രോപ്പർ ആയിട്ട് ആക്ടിവിറ്റീസ് എക്സസൈസും ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ലെങ്കിൽ lack of adequate opportunity for physical activity exercise can hinder the normal growth. നമ്മുടെ നോർമൽ ഗ്രോത്ത്, കുട്ടിയുടെ നോർമൽ ഗ്രോത്തിനെ അത് തടസ്സപ്പെടുത്താനായിട്ട് കാരണമാകുന്നുണ്ട്. എന്ത് ചെയ്യുന്നു, നമ്മൾ ആഡക്വേറ്റ് എമൗണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താവുകയാണ്, ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഗ്രോത്ത് റിട്രഡിഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് മന്ദഗതിയിലാവുന്നു. അവര് മാൽ ഫങ്ഷനിങ് ലോങ് റൺ വെച്ചാൽ അവരുടെ ബോഡി ഫങ്ഷൻസ് ഒന്നും ചെയ്യാതെ ആവുകയാണ്. ലോങ് റണ്ണിൽ കുറെ നാൾ ഒരു കാര്യവും ചെയ്യാണ്ടായിട്ട് നമുക്കറിയാം ഡിപ്രഷനിലേക്കൊക്കെ കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. Lack of adequate opportunity for physical activities and exercise can hinder the normal growth of the children that result in growth retention or malfunction in long run. നമ്മൾ ഒരുപാട് നാള് ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസും എക്സസൈസും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികളുടെ ഗ്രോത്ത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആകും, ചിലപ്പോൾ തടസ്സപ്പെടും, അല്ലെങ്കിൽ മന്ദഗതിയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാൽഫങ്ഷനിങ് കുറെ നാള് ഒരു ആക്ടിവിറ്റി ചെയ്യാണ്ടാവുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ഒരു കാര്യം ചെയ്യാത്ത ഒരു ആൾക്കാരായിട്ട് മാറും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് പോലെ കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തമാശയായിട്ട് തോന്നി. 80s അല്ലെങ്കിൽ 90s അല്ലെങ്കിൽ 80s നമ്മുടെയൊക്കെ പാരന്റ്സ് ഇല്ലേ, ഇപ്പോഴും അവര് ചുറുചുറുക്കോടെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യണുണ്ടോ. അവര് വീട്ടിലെ മിക്ക ജോലികളും അവർ തന്നെയാ ചെയ്യുന്നത്. എന്ത് കാര്യവും അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്ത് അവർ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നമ്മളോട് ആ ജോലികളൊക്കെ ചെയ്യുമ്പോ സാധാരണ വീട്ടു ജോലികളൊന്നും മാത്രമല്ല കേട്ടോ, കുറച്ച് എഫേർട്ടുള്ള ജോലികൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടുവേദനയും കാലുവേദനയും കൈവേദനയും ഒക്കെ വരണായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ 90s പിള്ളേരും 80siലെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ കണ്ടതാണ്. അപ്പൊ 90siലെ ആൾക്കാർക്ക് ഭയങ്കര വീക്ക് ആണെന്നും പറഞ്ഞുകൊണ്ടാണ്. കാരണം ശരിയാണ്, നമ്മള് ഇതേപോലത്തെ ആരോഗ്യം അല്ലെങ്കിൽ ഇത്രയും എക്സസൈസ് വരുന്ന പണികളൊന്നും ചെയ്തിട്ടില്ല. അവര് നല്ല എക്സസൈസ് ആയിരുന്നു, അവരുടെ ചെറുപ്പത്തിൽ നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ബോഡി ഇപ്പോഴും ഇങ്ങനെ കാണാൻ ഫിറ്റ് ആണ്. നമ്മളുടെ കാര്യം ആലോചിച്ചൊക്കെ ഒന്ന് കുറച്ചെന്തെങ്കിലും ജോലി കൂടി കഴിയോ നടുവേദനയാണേ, അയ്യോ കാലുവേദനയാണെന്ന് പറയും. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് ആക്ടിവിറ്റീസും എക്സസൈസും ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അവരുടെ മസിൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ചെയ്തില്ലെങ്കിൽ നമ്മളെ പോലെ പ്രോപ്പർ ഒന്നും ആയിരിക്കില്ല. കുറച്ച് ഇപ്പൊ എനിക്ക് എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നടക്കാൻ മുമ്പ് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് നടന്നിട്ടൊക്കെയുണ്ട്. മുമ്പ് നടക്കാനൊക്കെ പോകുമായിരുന്നു. പക്ഷെ കുറച്ച് കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം നടക്കാൻ പോകുന്നത് കുറച്ച്. അതേപോലെ എനിക്കിപ്പോ ഇത്തിരി നടക്കുമ്പോ തന്നെ എന്താ പറയാ ബ്രീത്തിങ് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പൊ ഞാനൊക്കെ നോക്കി എന്തുകൊണ്ടായിരിക്കാം, ചിലപ്പോ കോവിഡിന്റെ വാക്സിൻ എടുത്തോണ്ടാണോ അല്ലെങ്കിൽ ഞാൻ മടി പിടിച്ചിട്ടാണോ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് നടക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഞാനത് ചെയ്യാത്തോണ്ടാണ്, ആക്ടിവിറ്റി ചെയ്യാണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത് എന്ന് മനസ്സിലാക്കി ഞാനിപ്പോ എന്ത് ചെയ്യുന്നത് കുറച്ചൊക്കെ നടക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എക്സസൈസും ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഒരു കുട്ടികളുടെ കാര്യം അറിയാലോ, കുട്ടികൾ ഭയങ്കര ആക്റ്റീവാണ്. അവരുടെ ആ ആക്റ്റീവ്നെസ് എന്തിലേക്ക്, ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുക.
ദെൻ ഹൈജീൻ ഉണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈജീൻ. നിങ്ങൾ ഹൈജീനെ കുറിച്ച് ചാർട്ട് തയ്യാറാക്കിയോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തപ്പോ ഹൈജീനെ കുറിച്ച് ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല അല്ലെ? അപ്പൊ നിങ്ങൾ ഈ ഒരു പോർഷനിൽ തയ്യാറാക്കിക്കോ ഹൈജീനെ കുറിച്ചിട്ടൊരു ചാർട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാർട്ടില് എങ്ങനെയാണ് ഹൈജീൻ ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? രണ്ടു നേരം കുളിക്കുക, പല്ല് തേക്കുക, നഖം. അപ്പൊ ബ്രഷ് ചെയ്യുക. അപ്പൊ ബ്രഷ് ചെയ്യുന്ന ഒരു പിക്ചർ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബാത്ത്, രണ്ടുനേരം കുളിക്കുന്ന ബാത്ത് 2 times ബാത്ത് ചെയ്യുന്ന ഒരു പിക്ചർ എടുക്കാം. നെയിൽ കട്ട് ചെയ്യുന്ന ഒരു പിക്ചർ, അതേപോലെ ഹെയർ കോംബ് ചെയ്യുന്ന പിക്ചർ, പിന്നെ എന്തൊക്കെയാണ് പ്രോപ്പർ ആയിട്ട് ഡ്രസ് ചെയ്യുന്നു, വിഷ് ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് നൈറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എങ്ങനെ ഹൈജീൻ ഹാബിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതിന് പിക്ചേഴ്സും അതെന്താണെന്നുള്ളത് ഒരു ചാർട്ടിൽ തയ്യാറാക്കാം. ഓക്കെ അല്ലേ? അതിന്റെ തന്നെ പ്രസന്റ് ചെയ്യിക്കണം കേട്ടോ, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണേ. വേറെ ആക്ടിവിറ്റീസ് ഒന്നും തന്നിട്ടില്ലല്ലോ ഞാൻ. ലെറ്റേഴ്സ് ഒന്നും മിസ്സാണ്. എന്താണ് ലെറ്റേഴ്സ് ABCD ആൽഫബറ്റ്സ് തന്നിട്ടുണ്ടോ? സാൻഡ് പേപ്പർ ആണോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ ഈ ആഴ്ച സബ്മിറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? ഈ ആഴ്ച സബ്മിറ്റ് ചെയ്യാനാണല്ലോ പറഞ്ഞത്. എല്ലാവരും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഈ ഒരു പോയിന്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്കത് വീഡിയോ കാണിക്കാം കേട്ടോ. ഇമോഷന്റെ കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഹൈജീൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കാം കേട്ടോ. പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റൽ ക്ലീനേഴ്സ് ആർ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ടു ഗുഡ് ഹെൽത്ത്. നമുക്കറിയാം നമ്മുടെ പേഴ്സണൽ ഹൈജീനും നമ്മുടെ സറൗണ്ടിങ്സ് എൻവയോൺമെന്റൽ ഹൈജീനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടിയുടെ ചൈൽഡിന്റെ ഡെവലപ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാരണം നമുക്ക് പേഴ്സണൽ ഹൈജീനും ഇല്ല, സറൗണ്ടിങ്സിനും പ്രോപ്പർ ആയിട്ട് ഹൈജീൻ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് ഡിമാൻഡ്സ് പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് ഓഫ് ദി ചിൽഡ്രൻസ്. അപ്പൊ പേഴ്സണൽ ഹൈജീൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിമാൻഡ് ചെയ്യുന്നത്? പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക. കെയർ ഓഫ് ബോഡി ഓർഗൻസ്, നമുക്കറിയാം നമ്മുടെ ഐ, നോസ്, മൗത്ത്, ടീത്ത്, ഹെയർ, സ്കിന്ന്, നെയിലൊക്കെ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യണം. ഇതെല്ലാം നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുക. ചിൽഡ്രൻ ഷുഡ് ബി ഗീവ് ട്രെയിനിങ് ടു കീപ് ദെയർ ആന്റൽ ആൻഡ് ജെന്റൽ ഏരിയ. നമുക്കറിയാം ജെന്റൽ ഏരിയ ഒക്കെ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുക. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരോട് പറയാം അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത്, വാട്ടർ യൂസ് ചെയ്തത് ക്ലീൻ ചെയ്യണം, വാട്ടർ സോപ്പ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. ഇതുപോലെ ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇങ്ങനെ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അതേപോലെ ഹാൻഡ് വാഷ് നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയുക ഹാൻഡ് വാഷ്. ഇപ്പൊ നമുക്കറിയാലോ കോവിഡിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലെ? അപ്പൊ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക എന്താണ് അവരോട് നല്ല രീതിയിൽ എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യുന്നത്. നിങ്ങൾ പണ്ടൊരു പരസ്യം കണ്ടിട്ടുണ്ടോ? ലൈഫ് ബോയുടെ പരസ്യം. ഒരു ആൺകുട്ടി കഴുകിക്കോ എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ആ പരസ്യം പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് എന്താണ് ഹാൻഡ് വാഷിന്റെ ഇങ്ങനെ കാണിച്ച് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ഒക്കെയാണ് എല്ലാ ജെയിംസും എന്റെ കയ്യിലുള്ള എല്ലാ 100% ജെയിംസും പോകും. ഒരെണ്ണം ഉണ്ടെന്ന് തോന്നണം അവിടെ കേട്ടോ. പിന്നെ മനസ്സിലായത് ആ ഒരു ജേം എന്താണ് കോവിഡ് ആയിരുന്നു എന്ന്. അപ്പോഴാ മനസ്സിലായത് അങ്ങനെയല്ല, ഹാൻഡ് വാഷ് എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കൈ ഇങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചപ്പോഴാണ്, കോവിഡ് വന്നപ്പോഴാണ്. നിങ്ങൾ എല്ലാവരും അങ്ങനെ ഇരിക്കുമല്ലോ അല്ലേ? ഇങ്ങനെ നമ്മളെങ്ങനെ ഹാൻഡ് വാഷിങ് പഠിച്ചിട്ടുണ്ടല്ലോ. ആ ടൈമിൽ അങ്ങനായിരുന്നു. ഇപ്പൊ ജസ്റ്റ് ഹാൻഡ് വാഷ് ചെയ്യാവുള്ളൂ. അങ്ങനെയല്ല ഇപ്പൊ വീണ്ടും കോവിഡ് വരുന്നുണ്ട്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുക എങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യണം എന്നുള്ളത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. Wash their hands clearly with soap and water every time after using the toilet. അതേപോലെ നമ്മൾ ഹാൻഡ് വാഷ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്യണം, ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം എങ്ങനെ ഹാൻഡ് അതേപോലെ ഹാൻഡ് എങ്ങനെ വാഷ് ചെയ്യണം എന്നൊക്കെ കുട്ടികളോട് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് നിങ്ങളിപ്പോ ക്ലാസ്സിലാണ് കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ ഹാൻഡ് വാഷിങ് ഒരു സോങ് പോലെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഹെൽത്തി ഹാബിറ്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളൊരു ആക്ഷൻ സോങ് ആണ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട്. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഒരു ആക്ഷൻ സോങ് ആയിരിക്കും കുട്ടികളെ പ്രസന്റ് ചെയ്യുന്നത്. മേ ബി ഫ്ലെക്സ് കാർഡൊക്കെ വെച്ചിട്ട് കാർഡുകളൊക്കെ വെച്ചിട്ട് ഞാനത് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ.
ഓക്കെ. അപ്പൊ നമ്മള് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആണോ ന്യൂമറിക്കൽസ് ആണോ? ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ. ആരെങ്കിലും പ്രസന്റ് ചെയ്യണമെന്ന് വെച്ചാൽ പേര് അയക്കണം കേട്ടോ. ഓക്കെ. ആദ്യം മുഫീന. ഈ പേര് വായിക്കാൻ പറ്റുന്നതാടാ. പറഞ്ഞോട്ടെ, പേര് പറഞ്ഞോ. മുഹ്സിന. പ്രസന്റ് ചെയ്തോട്ടാ. ഞാൻ കാണുന്നുണ്ടോ? ഫ്രണ്ട് ക്യാമറയാണ്. റീഡ് ചെയ്യാവേ. കാണാം കേട്ടോ. ഗിൽറ്റഡ് പേപ്പർ ആണെന്ന് തോന്നുന്നുണ്ടല്ലേ, കളർഫുൾ ആയിട്ട്. കോൺക്രീറ്റ് ആണ്. ഓക്കെ അല്ലേ മാം? നന്നായിട്ടുണ്ട് കേട്ടോ. അടുത്തതാരാണ്? സോ ആ ഇങ്ങനെയാണോന്ന് എനിക്ക് അറിയത്തില്ല ഇത് ചെയ്യേണ്ടുള്ളത്. ഞാനൊരു ഐഡിയയിലങ്ങ് ചെയ്തതോ. നോക്കട്ടെ. ബാക്ക് ക്യാം എടുക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, എന്നാ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് കാണിച്ചാലും മതി കേട്ടോ. ഓ, ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ഓരോ കാർഡ്സ് എടുത്ത് കാണിച്ചാൽ മതി. ഇതില് ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇത് വരുന്നുണ്ട്, പക്ഷെ ബാക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. എടാ, അത് ക്യാമറ ഓൺ ചെയ്തിട്ടേ മോന്റെ കാർഡ് എടുത്ത ക്യാമറയുടെ ഫ്രണ്ടിൽ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ടോപ്പിലേക്കോ മുകളിലായിട്ട് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഒരു 2 ആരോ മാർക്ക് കാണാൻ പറ്റും റൊട്ടേഷന്റെ ബാക്ക് ക്യാമറയുടെ. അതായാലും എടുത്താലും മതി. ക്യാമറ കാണാൻ പറ്റുന്നില്ല. ക്യാമറ ഓൺ ചെയ്തേ. ഓൺ ആക്കി. ഇനി ആ കാർഡ് എടുത്ത് എന്റെ ഫ്രണ്ടിലേക്ക് വെച്ചേ. എന്ത് ചെയ്യണം? കാർഡ്, മോൻ ചെയ്ത കാർഡില്ലേ, അതെടുത്ത് വെക്ക്. എടുത്ത് കാണിക്കാൻ പറ്റില്ലേ? കണ്ടോ? ഓക്കെ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. റൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇഷ്ടായി. ഓക്കേടാ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. നന്നായിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാടാ. നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയാലും ഞങ്ങക്ക്. എന്റെ ഓണാക്കാൻ പറ്റുമോ? എനിക്ക് വൈഫൈ ഇല്ല. ഞാനൊന്ന് ശ്രമിക്കട്ടെ മിസ്സേ. ഓക്കെ, കാണാലോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യാനേ? ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ടാബില് ക്ലാസ് ആണ്. ക്യാമറ ഇപ്പൊ ഇതാക്കുന്നേ ഉള്ളൂ, സെറ്റ് ചെയ്യണേ ഉള്ളൂ. ഓക്കെ, വേറെ ആരൊക്കെയാ ചെയ്തിട്ടുള്ളത്? ഞാൻ ചെയ്തു വരണേ ഉള്ളൂ മാഡം. ഞാന് വീട്ടില് പോയിരുന്നു, അപ്പൊ ലേറ്റ്. അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. നെക്സ്റ്റ് വീക്കിൽ കാണിക്കാം കേട്ടോ. നെക്സ്റ്റ് വീക്കില് സാൻഡ് പേപ്പറിന്റെ ആൽഫബറ്റ്സും ഞാൻ പറഞ്ഞ ചാപ്റ്ററും ചെയ്യാം. ഹൈജീൻ ഹാബിറ്റിന്റെ ചാപ്റ്റർ ചെയ്യാം കേട്ടോ. മിസ്, ഇതിന്റെ നമ്മൾ ഈ സ്മോൾ ലെറ്ററും നമ്പേഴ്സും ചെയ്യാനുള്ളത് തന്നെയാണോ? അതെ, സ്മോൾ ലെറ്ററും നമ്പേഴ്സും ചെയ്യാനുള്ളതാണ്. ഞാനിപ്പോ എല്ലാവരും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വീക്കിലേക്ക് ആൽഫബറ്റ്സ് കംപ്ലീറ്റ് ആക്കുമല്ലോ. ഇപ്പൊ കാണിക്കാം. ആണോ? സജ്ജ കുഴപ്പമില്ലാടാ. ജസ്റ്റ്
വീക്ക് കാണിച്ചാൽ മതി. ഞാൻ എന്തായാലും ടൈം ഇവർക്ക് നീട്ടി കൊടുത്തിട്ടുണ്ട്. മുന്താസ് പ്രസന്റ് ചെയ്യുന്നുണ്ടോ? എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി സൈക്കോളജിക്കൽ നീഡ്സ്. ഇപ്പൊ ഞാൻ എടുത്ത പോർഷൻ ഒന്ന് റീഡ് ചെയ്തേ. മുന്താസ് ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ കാണാടാ. എന്താണിത്? സാൻഡ് പേപ്പറിലെ ആൽഫബറ്റ്സ് ഒട്ടിച്ചാ? റൊട്ടേറ്റ് ചെയ്ത് നോക്കട്ടേടാ. ഓക്കെ ഓക്കെ സാൻഡ് പേപ്പറിൽ ആൽഫബറ്റ്സ് ഒട്ടിച്ചല്ലേ? കാർഡിലായിരുന്നു ഒട്ടിക്കേണ്ടത്. കുഴപ്പമില്ല കേട്ടോ. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് വിചാരിച്ചപ്പോ അങ്ങനെയാന്ന് വിചാരിച്ചതാണ്. കുഴപ്പമില്ല കേട്ടോ. നമ്മള് കാർഡില് ചാർട്ടില് ആൽഫബറ്റ്സ് ഒട്ടിക്കായിരുന്നു കേട്ടോ. മാം ഒരു ഡൗട്ട് ചോദിച്ചട്ടെ, ആ ആക്ടിവിറ്റിക്ക് മാർക്ക് ഉള്ളതാണോ? അതേടാ, മാർക്ക് ഉണ്ട്. 100 മാർക്ക് ഉണ്ട്. നമ്മളിത് കാണിക്കുമ്പോഴത്തേക്ക് നമുക്കവിടെ മാർക്ക് വരും അല്ലേ? അത് ഫോട്ടോ എടുത്ത് അങ്ങനെ സെൻഡ് ചെയ്യണോ? ഇല്ലടാ, അതെ നിങ്ങൾ ഇപ്പൊ കാണിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തു എന്നൊരു ഉറപ്പ് മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾ വൈവേക്ക് കയറുമ്പോൾ ഞങ്ങൾ വൈവേ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയൽസ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താ പറയാ ടീച്ചിങ് എയ്ഡ് ചാർട്ടുകൾ ഉണ്ടാവും. ചിലപ്പോ ഈ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആയിരിക്കും. ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾ ഒരു വർഷം കൊണ്ട് തയ്യാറാക്കൂട്ടാം. അപ്പൊ ഈ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ ഒരു റൂമില് ഒരു മോണ്ടിസോറി ക്ലാസ് റൂം പോലെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. അതെല്ലാനും ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും. ആ ടൈമില് വൈവയില് ടീച്ചറും നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ക്ലാസ്സിൽ. അപ്പൊ ആ സമയത്ത് എല്ലാം ഓരോന്നായിട്ട് കാണിച്ചു തരുന്നതായിട്ട് വരും. ഓരോ മെറ്റീരിയൽസും ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടി വരും. ആ ടൈമിൽ ഞങ്ങൾ എന്ത് ചെയ്യും, മാർക്ക് എൻറ്റർ ചെയ്ത് പോകും. ഇപ്പോ ഒരു നിങ്ങളോട് പറയാണ്ട് 10ഓ 20ഓ മെറ്റീരിയൽസോ ഒറ്റയടിക്ക് ചെയ്യാൻ വൈവയ്ക്ക് മുമ്പായിട്ട് ചെയ്യാൻ പറയുന്നതാണോ, ഓരോന്നായിട്ട് ടൈം അനുസരിച്ച് ചെയ്തു പോകുന്നതാണ് നല്ലത്? ഓരോന്നോരോന്നായിട്ട് ചെയ്യും. നിങ്ങൾക്കും വർക്ക് കുറവായിരിക്കും. നിങ്ങൾ എല്ലാവരും ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഒന്ന് കാണിക്കാൻ പറയുന്നത്. നിങ്ങൾ ചെയ്തതിലെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇപ്പൊ നേരത്തെ ചെയ്ത കുട്ടി ഡൗട്ട് വന്നു സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞ സാൻഡ് പേപ്പറിന്റെ ആൽഫബറ്റ്സ് എന്ത് ചെയ്യണം, കാർഡ് ബോർഡിൽ അല്ലെങ്കിൽ ചാർട്ടിൽ ഒട്ടിക്കണമായിരുന്നു. അത് സാൻഡ് പേപ്പറിൽ ആൽഫബറ്റ്സ് ഒട്ടിച്ചു. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല പൈസ ആയിട്ടുണ്ടാവും. സാൻഡ് പേപ്പറിന് അത്യാവശ്യം പൈസ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഡൗട്ട് വരാ നിങ്ങൾ ചെയ്യുന്ന പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്നും നമ്മളോട് കാണിക്കാൻ പറയുന്നത്. നിങ്ങളത് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആണ്. സാൻഡ് പേപ്പർ അത് ബ്ലാക്ക് പേപ്പർ ആണ്. മറ്റേ നമ്മുടെ ചാർട്ട് ഇല്ലേ, ബ്ലാക്ക് കളർ ചാർട്ടാണ് അത്. ഓക്കെ 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 എനിക്ക് അറിഞ്ഞൂടാ സാൻഡ് പേപ്പർ ആണെന്ന് വിചാരിച്ചു. സോറിയുടെ മുന്താസെ. അപ്പൊ കറക്റ്റ് ആണ്. ചാർട്ടാണത്. ബ്ലാക്ക് കളറാണ്. നീലൊന്നും കിട്ടിയില്ല, ബ്ലാക്ക് കിട്ടിയുള്ളൂ. ഓക്കെ അപ്പൊ ഞാൻ ഇത് തെറ്റിച്ചാണ്. അപ്പൊ സോറിയിടാ. ഇതിന് പ്രത്യേകിച്ച് സൈസ് എന്തെങ്കിലും ഉണ്ടോ കാർഡിന്? അങ്ങനെ ഒന്നുമില്ലല്ലോ. കാർഡിന് സ്ക്വയർ മതി. നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്ക്വയർ കട്ട് ചെയ്തോ. 10x10 അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കണം. എല്ലാത്തിന്റെയും സൈസ് ഈക്വൽ ആയിരിക്കണം. എല്ലാ ചാർട്ടിന്റെയും സൈസ് ഈക്വൽ ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഒന്ന് റീഡ് ചെയ്ത് നോക്കി. സൈക്കോളജിക്കൽ നീഡ്സ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ.
അത് ട്രേസ് ചെയ്യാനാണ്, ടച്ച് ചെയ്യിപ്പിച്ച് മനസ്സിലാക്കാനാണ്, സെൻസ് ചെയ്യിക്കാനാണ്. കുട്ടികളെ കാണിക്കുമ്പോ കാണുന്നുണ്ട്. നമ്മളിപ്പോ ചാർട്ടില് ആൽഫബറ്റ്സ്, നിങ്ങൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സിന്റെ കാര്യം നോക്കിയാൽ മതി. ആൽഫബറ്റ്സ് നമ്മൾ ചാർട്ടിൽ എഴുതി നല്ല ഡിസൈൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും എ ആണ് ബി ആണെന്ന് കണ്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സി ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ സാൻഡ് പേപ്പർ ആവുമ്പോൾ അവർക്ക് ടച്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മളത് ടച്ച് ചെയ്യാണ്, ട്രേസ് ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ടത് എ ആണ് ടച്ച് ചെയ്യാണ്. പിന്നെ ഈ ഗ്ലിറ്റർ പേപ്പർ ചെയ്തവരുടെ പ്രശ്നം കുറെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. വർക്ക് ചെയ്യാനായിട്ട് കുറെ കുട്ടികളുണ്ടെങ്കിൽ മേ ബി അത് കുട്ടികളുടെ കയ്യുമ്മ ഗിഫ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓർ മേ ബി എന്താണ് ഗിഫ്റ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സാൻഡ് പേപ്പർ ആവുമ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോകൂല. അതുകൊണ്ടാണ് സാൻഡ് പേപ്പർ അത് മാം രണ്ടാമത് ചെയ്തത് നല്ല ഡെക്കറേഷനിലൊക്കെ ഒരു പുഴുവിന്റെ മേലെ ചെയ്തിരുന്നല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എടുത്തു വെച്ചിട്ട് ട്രേസ് ചെയ്യാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഓരോ കാർഡായി തന്നെ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? നിങ്ങൾ ഓരോ കാർഡായിട്ട് ചെയ്താൽ മതി. നമുക്ക് ഓരോരുത്തരുടെ ഐഡിയാസ് അനുസരിച്ചിട്ടാ കാർഡായിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ, ആക്ച്വലി ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തെങ്കിൽ അത് റൗണ്ട് ആയിട്ട് നമുക്കത് മടക്കി മടക്കി വെക്കാൻ പറ്റും. അപ്പൊ പറ്റും. ഓരോ കാർഡ് എടുത്ത് മാറ്റാൻ പറ്റും. എനിക്ക് ഞാൻ നോക്കിയപ്പോ എനിക്ക് തോന്നി കണക്റ്റഡ് ആണ് എല്ലാ കാർഡുകളും അല്ലെ. അതില് നമുക്ക് വേണമെങ്കിൽ അത് ഇളക്കി എടുക്കാനും പറ്റും. അത് റൗണ്ട് ആയിട്ട് നമുക്ക് അത് കണക്ക് വെക്കാനും പറ്റും. ഇപ്പൊ കുട്ടികൾക്ക് വേണമെങ്കിൽ അതിന്റെ ഓരോ പാർട്ട് വെക്കുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, അത് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? സെപ്പറേറ്റ് ആയിട്ട് അത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈക്കോളജിക്കൽ നീഡ് നോക്കിയ എല്ലാവരും? ഓക്കെ, ദെൻ റോൾ ഓഫ് ഇമോഷൻസ്. കുട്ടികളിൽ എന്താണ് റോൾ? ഇമോഷൻസിന്റെ റോളാണ് പറയുന്നത്. ഇമോഷൻസ് constantly become functional in the child relation to his fellow pupils, teachers, parents, siblings, and in the school and home situation. നമുക്കറിയാം ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചതാണ്. സോ ഇമോഷൻസ് എങ്ങനെയാണ് കുട്ടികളുടെ റെഗുലർലി അല്ലേ ഭയങ്കര സിവിയർ ആയിരിക്കും, ഇമോഷൻസ് ടെമ്പററി ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇമോഷൻസ് നമ്മൾ മെയിൻ ആയിട്ട് പ്രകടിപ്പിക്കുന്ന ആരുടെ അടുത്തായിരിക്കും? നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്, ടീച്ചേഴ്സിന്റെ അടുത്ത്, പാരന്റ്സിന്റെ അടുത്ത്, നമ്മുടെ സിബ്ലിംഗ്സിന്റെ അടുത്ത്. അത് ഈ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സ്കൂൾ സിറ്റുവേഷനും ഹോം സിറ്റുവേഷനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിന്. എ ഗുഡ് teacher should be conscious of his pupils' emotion as well as his own, that a smooth learning situation can be sustained in the class. In the class, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലേണിംഗ് സിറ്റുവേഷൻ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീച്ചർ ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഇമോഷനും കൂടി പരിഗണിക്കണം അല്ലെ. ടീച്ചറും കൂടി അത് കൺസൾട്ട് ചെയ്തിട്ട് വേണം അത് പറയാൻ ഇത് ചെയ്യാനായിട്ട്. നമ്മളുടെ ടീച്ചറിന്റെ ചിലപ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാവും, ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ആ ടെൻഷൻ നമ്മൾ കുട്ടികളോട് എടുക്കാനൊന്നും പാടില്ല. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ക്ലാസ്സിന്റെ പുറത്ത് വെച്ചിട്ട് ക്ലാസ്സിലേക്ക് വരാം, ഹാപ്പി ആയിട്ട് ക്ലാസ് എടുക്കുക. ഞാൻ പോകുമ്പോൾ ആ പ്രശ്നം കൊണ്ട് പോകുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഇമോഷൻ, നമുക്കുള്ള വിഷമോ സങ്കടമോ ദേഷ്യമോ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികളെ പ്രകടിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ parents should also be aware of this fact in order to boost a healthy good growth of their wards. ചിൽഡ്രൻസ് ആണോ, അങ്ങനെ കുട്ടികളുടെ നല്ല ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നല്ലൊരു ഹെൽത്തി ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് പാരന്റ്സും കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറണം. ഒരു നല്ല രീതിയിൽ നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കുട്ടികളോട് പെരുമാറാൻ. ഓൺ ദ അതർ ഹാൻഡ്, പീപ്പിൾ ഹാവ് ടു അസിസ്റ്റ് to understand, develop their emotion, to make them able to lead and adjust life, live smoothly with other pupils and others at home and outside. അങ്ങനെ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള ഇമോഷൻ ഡെവലപ്മെന്റ് സംഭവിച്ചാൽ മാത്രമാണ് കുട്ടികൾ നല്ല രീതിയിൽ നല്ല അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് അവർക്ക് നല്ല രീതിയിൽ അവരുടെ ലൈഫ് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അവർക്ക് മറ്റ് പീപ്പിൾസ് ആയിട്ട്, മറ്റു കുട്ടികളായിട്ട് അവരുടെ വീട്ടിലും പുറത്തും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇമോഷണൽ ഡെവലപ്മെന്റ് കൈവരിക്കണം. ആൻഡ് ഇൻഡിവിജ്വൽസ് ബേസിക് റിക്വയർമെന്റ്സ്, ഡിസേർവ്സ് ആൻഡ് ഹോപ്പ്, വാല്യൂ ഓഫ് ദ ലൈഫ് ആൻഡ് ഹിസ് ലൈഫ് കണ്ടീഷൻ ഓൾസോ ജനറേറ്റ് ഹിസ് ഇമോഷൻ. ഒരു കുട്ടിയുടെ ഇമോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവന്റെ ബേസിക് റിക്വയർമെന്റ്സ്, അവന്റെ ആഗ്രഹങ്ങള്, അവന്റെ പ്രതീക്ഷകള്, അവന്റെ ലൈഫിന് കൊടുക്കുന്ന വാല്യൂ, അതേപോലെ അവന്റെ ലൈഫ് കണ്ടീഷൻ. ഇതെല്ലാം ഒരു കുട്ടിയുടെ ഇമോഷൻ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഞാൻ റോൾ ഓഫ് ഇമോഷൻ ഡെവലപ്മെന്റ് ആ പാരഗ്രാഫ് മാത്രം ചുമ്മാ റീഡ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഈ റോൾ ഓഫ് ഇമോഷൻസ് അതെടുക്കുകയും നിങ്ങളെ കൊണ്ട് ഓരോ ഇമോഷനെ കുറിച്ചിട്ട് പറയുകയും ചെയ്യിപ്പിക്കാം കേട്ടോ.
നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ ചെയ്യേണ്ടത് ഒന്നുകൂടി ഞാൻ ലിസ്റ്റ് പറയാം. അഫക്ഷനെ കുറിച്ച് പറയേണ്ട ആള് നിത്യാണ്. പിന്നെ ഹ്യൂമറിനെ കുറിച്ചിട്ട് ആരാണ്? ഡിംപിൾ. സൽമ. ഓക്കെ. ഫിയറിനെ കുറിച്ച് സഫിയ, ശ്രുതി ആങ്കർ, അഞ്ജു എം ഹാപ്പിനെസ്, സബീറ സാഡ്നസ്. ഓക്കെ, അപ്പൊ ഇത്രയും കുട്ടികൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വേണം നമുക്ക് കഴിഞ്ഞ ഓഫ് ഇമോഷൻ. എന്താണ്? ഓക്കെ, സഫിയ എന്ന് എഴുതിച്ചിരിക്കുന്നത്. സോറി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം കേട്ടോ. ഹൈജീൻ ചാർട്ട് ഒന്ന് ഹെഡിങ് എഴുതി ചെയ്താ പോരെ മിസ്സേ? ആ ചാർട്ട് ഹാബിറ്റ് എടുക്കോ? ഹൈജീൻ ഹാബിറ്റ്. ഹൈജീൻ ഹാബിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? മിസ് പറയട്ടെ. പറഞ്ഞോളാം. ഇന്ന് യൂണിറ്റ് 8 നീഡ്സ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് അപർണ മിസ് പറഞ്ഞത്. അതില് സൈക്കോളജിക്കൽ നീഡ്സ് ആർ ബയോളജിക്കൽ റിക്വയർമെന്റ് ഫോർ ഹ്യൂമൻ സർവൈവൽ. അത് മെന്റൽ ഹെൽത്തിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ് സൈക്കോളജിക്കൽ നീഡ്സ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എയർ, ഫുഡ്, ഷെൽട്ടർ, വാട്ടർ, ഇതെല്ലാം, ക്ലോത്ത്, സ്ലീപ്പ്, ഇതെല്ലാം ഇതിൽ പെടുന്നതാണ്. ഇതില് 4 സ്റ്റേജ് ഉണ്ട്, 5 സ്റ്റേജ് വരുന്നുണ്ട് ഇതില് സൈക്കോളജിക്കൽ നീഡ്സിന്റെ. അതില് ഫസ്റ്റ് വണ്ണാണ് ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ഇമ്പോർട്ടൻ്റ് ഒന്നാണ്. അംഗൻവാടി വഴിയെല്ലാം ഗവൺമെന്റ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അമൃതം പൊടിയെല്ലാം 6 മാസം മുതൽ ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അംഗൻവാടി വഴി. പിന്നെ പാല് കൊടുക്കുന്നുണ്ട്. അതിൽ വരുന്നത് വാട്ടർ പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും പിന്നെ കുടിച്ചിരിക്കണം. ഒരു ദിവസം പിന്നെ നമ്മൾ നല്ലോണം വെള്ളം കുടിച്ചിരിക്കണം. അത് നമ്മളെ ഹെൽത്തിനെ, പിന്നെ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മളെ ഹെൽത്തിനെ അത് ബാധിക്കുന്നതാണ്. അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് മിസ് ചെയ്യാൻ പാടില്ല. അത് എന്തായാലും കഴിച്ചിരിക്കണം, എന്നാലേ നമുക്ക് നമ്മളെ ബോഡി ഹെൽത്തി ആയിരിക്കുള്ളൂ. പിന്നെ അസുഖങ്ങളെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മൾ നല്ല ഫുഡും എനർജി ഫുഡും നല്ല വാട്ടറെല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് നല്ല നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് ക്ലോത്തിങ് ആണ്. അത് നമ്മൾ ക്ലോത്തിന്റെ ക്ലൈമറ്റ് അനുസരിച്ചുള്ള ക്ലോത്ത് നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ കുട്ടികൾക്ക് ആണെങ്കിൽ ചിലപ്പോ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അവർ സെലക്ട് ചെയ്യുക. അപ്പൊ അവർക്ക് ചിൽഡ്രൻസിന് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സമ്മറിലാണെങ്കിൽ കോട്ടൺ, വിന്ററിൽ ജാക്കറ്റ്, കോട്ട് അങ്ങനെയുള്ളത്. പിന്നെ റെയിനി ആണെങ്കിൽ മിസ് പറഞ്ഞ പോലെ നൈലോൺ ക്ലോത്തോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മൂന്നാമതായിട്ട് സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് ആണ് പറയുന്നത്. സ്ലീപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്ത്. ഇറ്റ് ഹെൽപ്പ് സേവ് എനർജി, ഹീൽ, ഗ്രോ. കുട്ടികളെ നമ്മൾ നേരത്തെ ഉറക്കണം, എന്നാലേ അവർക്ക് രാവിലെ എണീക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതാണെങ്കിൽ അവർക്ക് രാവിലെ എണീക്കാൻ പറ്റൂല. അത് അവരെ മൊത്തം ബോഡീനെ എഫക്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ കുട്ടികളെ നേരത്തെ ഉറക്കിയിട്ട് നേരത്തെ എണീക്കാൻ ശീലിപ്പിക്കണം. പിന്നെ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് ആണ് പറയുന്നത്. ഓവറോൾ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ് ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ഒരു കുട്ടിക്ക് കുട്ടിക്കാണെങ്കിൽ കുട്ടിക്ക് മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. സോ നമ്മൾ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാൻ നോക്കുക. ആക്റ്റീവ് ആയിരിക്കും അവര്. അപ്പൊ അവരുടെ കൂടെ ഒരു അഡൾട്ട് പേഴ്സൺ, അതായത് അഡൾട്ട് സൂപ്പർവിഷൻ ആവശ്യമാണ്. മിസ് എന്തെങ്കിലും പറഞ്ഞിനോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് ഇല്ല, കുഴപ്പമില്ല, പറയണ്ട. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് റേഞ്ചിന്റെ ഇഷ്യൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
അതെയാ ആടാ. താങ്ക് യു, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യുടാ. ഇപ്പൊ കുഴപ്പമില്ല, ബ്രേക്ക് ആവുന്നില്ല.